മനുഷ്യൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ പിശാചുക്കളുമായുള്ള പോരാട്ടത്തിനാണ്, ശൈത്താനുമായുള്ള ജിഹാദിലാണ്. ഏതൊരു മനുഷ്യരും അവൻ ഇടതടവില്ലാതെ മനുഷ്യനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുഫറിലേക്ക് കൊണ്ടുപോകാൻ, ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ, ബിദഅത്തിലേക്ക് കൊണ്ടുപോകാൻ, അത് കഴിഞ്ഞാൽ വൻ പാപങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, അത് കഴിഞ്ഞാൽ അതിന് സാധിച്ചില്ലെങ്കിൽ ചെറിയ പാപങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, ഇങ്ങനെ ശൈത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഏത് നിലക്കും അവനോട് എതിരാകാനാണ് മുസ്ലിമീങ്ങൾ കൽപ്പിക്കപ്പെട്ടത്. ചെറിയ കാര്യത്തിൽ പോലും നിങ്ങൾ അവനോട് സാദൃശ്യപ്പെടരുത്. ചെറിയ കാര്യത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിങ്ങൾ വലത് കൈ കൊണ്ട് തിന്നുക, വലത് കൈ കൊണ്ട് കുടിക്കുക. ഫൈന ശൈത്താന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി. ശൈത്താൻ അവൻ്റെ ഇടത് കൈ കൊണ്ട് തിന്നുന്നു, ഇടത് കൈ കൊണ്ട് കുടിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈത്താനോട് എതിരാകാൻ പറഞ്ഞിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ. അവനെ പോലെ ആകരുത്, അവൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. അവൻ നിങ്ങളോട് അസൂയുള്ളവനാണ്. അതുപോലെ അവൻ്റെ വലിയ ഷർറാണ് അവൻ്റെ വസ്വസത്ത് എന്ന് പറയുന്നത്. അവൻ വസ്വസത്ത് ഉണ്ടാക്കുന്നവനാണ്. എന്താണ് വസ്വസത്ത് എന്ന് പറഞ്ഞാൽ? കാര്യം ഒരു തിന്മ ചെയ്യാനുള്ള പ്രേരണയോ അതല്ലെങ്കിൽ ഒരു നന്മ മുടക്കാനുള്ള ഒരു പ്രേരണയോ മനസ്സിൽ വന്നിട്ടുണ്ടാവും. പറഞ്ഞ ആളുടെ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ടാവുകയില്ല. അതുവരെ ഇല്ലാത്തൊരു ചിന്ത മനസ്സിൽ വന്നു ചേരും. ഇതാണ് വസ്വസത്ത്. അവൻ മനുഷ്യൻ്റെ രക്തം ഓടുന്നിടത്തൊക്കെ സഞ്ചരിക്കും. ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം. രക്തം ഓടുന്നിടത്തെല്ലാം സഞ്ചരിക്കും. നിങ്ങളെ അവൻ കാണും, അവൻ്റെ മക്കളും. നിങ്ങൾ അവനെ കാണുകയില്ല. എന്തൊരു അപകടം പിടിച്ച ശത്രുവാണെന്ന് ചിന്തിച്ച് നോക്കൂ. നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ നമ്മളെ കാണും. അള്ളാഹുവിൽ അവലംബിക്കുക, അള്ളാഹുവിനോട് കാവൽ തേടുക എന്നതല്ലാതെ അവനിൽ നിന്ന് യാതൊരു രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമില്ല. ഇഖ്ലാസ്, അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിക്കുക എന്നതാണ് ഏറ്റവും വലിയ അവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി. ഇല്ല ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ഇബ്ലീസ് തന്നെ പറഞ്ഞതുപോലെ, റബ്ബേ നിന്റെ അടിമകളിൽ മുഖ്ലസുകളായ ആളുകൾ, അതുപോലെ മുഖ്ലിസുകളായ ആളുകൾ, അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത ഇഖ്ലാസുള്ളവരായ ആളുകൾ, അവരാണ് അവൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുക. വളരെ ശ്രദ്ധിക്കണം. ഷെയ്ത്താനിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടും. നന്മകൾ ചെയ്യുമ്പോൾ അവൻ മുടക്കാൻ ശ്രമിക്കും, തിന്മയിലേക്ക് അവൻ പ്രേരണ നൽകും. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വച്ചിട്ടുള്ള വഴി ഒന്ന് ഇഖ്ലാസാണ്. രണ്ടാമത്തേത് ഇസ്തിഗ്ഫാറാണ്. അവനാകെ കുഴഞ്ഞു പോകുന്ന കാര്യം എന്താണ്? ശൈത്താൻ തളർന്നു പോകുന്ന കാര്യം എന്താണ്? അവൻ ഈ പണിയൊക്കെ എടുത്തിട്ട് ആദം അലൈഹിസ്സലാമിൻ്റെ മക്കളെ വഴിതെറ്റിക്കും. എന്നാൽ ആ തിന്മകളെല്ലാം ഒരൊറ്റ തൗബ കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കും. അത് അവനെ തകർത്ത് കളയുന്ന കാര്യമാണ്. അവനെ നേരിടേണ്ടത് എങ്ങനെയാണ്? അവനെ ചീത്ത പറഞ്ഞിട്ടല്ല. അവൻ്റെ ഒരു വളരെ മോശമായ സ്വഭാവമാണ്. അവനെ ചീത്ത പറഞ്ഞാൽ അവൻ വലുതാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഒരു യാത്രക്കിടയിൽ അയാളുടെ വാഹനമൃഗം ഒന്ന് തളർന്നപ്പോൾ ഒരാൾ പറഞ്ഞു, തൈസ ഷൈത്താൻ തുലഞ്ഞു പോട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ തൈസ ഷൈത്താൻ എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ ഷൈത്താൻ ഇങ്ങനെ വലുതായി ഒരു കെട്ടിടം പോലെ അവൻ ഒരു കെട്ടിടത്തിൻ്റെ അത്ര വലുതാവും. അവനിങ്ങനെ വീർക്കും. അതേസമയം നീ എന്തു പറയുക? എന്തെങ്കിലും വീണുപോയാൽ നീ പറയുക ബിസ്മില്ലാ, അള്ളാഹിൻ്റെ പേര് പറയുക. അപ്പോൾ അവൻ ചെറുതായി പോകും. അവൻ നിസാരനാകും. അവൻ്റെ ഒരു വികൃതമായ സ്വഭാവമാണ്. അള്ളാഹുവിനോട് കാവൽ തേടിയാൽ, അള്ളാഹുവിനെ ഓർത്താൽ അവൻ പിന്മാറിക്കളയും. അവനെ ചീത്ത വിളിച്ചാൽ അവൻ വലുതാ. ഇങ്ങനെ അങ്ങേയറ്റം മോശമായ സ്വഭാവമാണ് അവനുള്ളത്. അവനെ ചീത്ത പറഞ്ഞാൽ അവൻ വലുതാകും. അള്ളാഹുവിനോട് കാവൽ തേടിയാൽ, അള്ളാഹുവിൻ്റെ പേര് പറയപ്പെട്ടാൽ അവൻ ചെറുതാകും. റബ്ബിനെ സ്മരിക്കുക എന്നത് അവൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴിയാണ്. അതുപോലെ ഇസ്തിഗ്ഫാർ നടത്തുക. നിങ്ങൾ നോക്കൂ, ഇബാദത്ത് കൊണ്ടാണ് അവൻ ചെറുതാവുക. നിസ്കരിക്കാൻ നിന്നാൽ ഷൈത്താൻ മനുഷ്യനെ ഉദ്കുർ കഥ, നീ ഇന്നതോർക്കുക എന്നിങ്ങനെ പറഞ്ഞ് അവൻ്റെ ശ്രദ്ധ തെറ്റിക്കും. ഹത്ത ലാ യദ്രി കം സല്ല, എത്ര നിസ്കരിച്ചു എന്നൊരു മനുഷ്യന് മറന്നു പോകുമാറ്. നിങ്ങൾ നോക്കൂ. പക്ഷേ ഇങ്ങനെ ഒരാൾക്ക് നിസ്കാരത്തിൽ വല്ലതും മറന്നുപോയാൽ, ഒന്നുകിൽ കൂടിപ്പോവുക, അല്ലെങ്കിൽ കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ സംശയം ഉണ്ടാകുക. ഇത് മൂന്നാണ് നിസ്കാരത്തിൽ സംഭവിക്കുന്ന സഹുവിൻ്റെ സുജൂദ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ. നിസ്കാരത്തിൽ എന്തെങ്കിലും കൂടിപ്പോവുക, അല്ലെങ്കിൽ കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ സംശയം വരിക. ശരി, ശൈത്താൻ ഈ പണിയൊക്കെ എടുത്തിട്ട് ഒരു മുസ്ലിം ഒടുവിൽ ചെയ്യുന്നത് എന്താണ്? നിസ്കാരത്തിൽ ഇങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോയാൽ 2 സുജൂദ്. അവരെ ഏറ്റവും പ്രയാസമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ സുജൂദിനെ കുറിച്ച്, ഇർഗാമൻ ലിശൈത്താൻ,
ഇർഗാമൻ ലി ഷൈത്താൻ, ഷൈത്താനെ വിറളി പിടിപ്പിക്കാനുള്ളതാണ് സുജൂദ്. കാരണം ഇക്കണ്ട ഈ വസ്വസത്തൊക്കെ അവനുണ്ടാക്കിയത് നിസ്കാരം കൊളാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഒരു മുസ്ലിം അതുകൊണ്ട് ചെയ്യുന്നത് 2 സുജൂദ് അധികം, അവൻ വീണ്ടും അള്ളാഹുവിൻ്റെ പ്രതിഫലം നേടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇർഗാമൻ ലി ഷൈത്താൻ, ഷൈത്താനെ പരാജയപ്പെടുത്താൻ. അതുകൊണ്ട് നോക്കൂ, ഈ പോരാട്ടത്തിൽ അള്ളാഹുവിലേക്ക് അവലംബിക്കുക, അവനോട് കാവൽ തേടുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹുവിനോട് കാവൽ തേടുക. തെറ്റുപറ്റിയാലോ സംഭവിച്ചാലോ ഇസ്തിഗ്ഫാർ അടുത്ത് ആദം അലൈഹിസ്സലാം ചെയ്തതാ. ഇബ്ലീസ് ഇങ്ങനെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു, അള്ളാഹു കഴിക്കരുത് എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ട്, അടുത്ത ആയത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മളത് വിശദീകരിക്കും, സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ട് കഴിക്കരുത് എന്ന് പറഞ്ഞ പഴത്തിൽ നിന്ന് അവർ 2 പേരും നമ്മുടെ മാതാപിതാക്കൾ കഴിച്ചുപോയി. പക്ഷേ എന്താണ് ചെയ്തത്? ഇസ്തിഗ്ഫാറാണ് അവർ നടത്തിയത്. അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ ഏറ്റവും ഖൈറായ രൂപത്തിൽ അവിടെ വീണ്ടും പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ പരീക്ഷണങ്ങളുടെ ഭൂമിയിൽ ആളുകൾ എത്തിച്ചേരാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശൈത്താനിൽ നിന്ന് രക്ഷ തേടാൻ ഏറ്റവും ശ്രദ്ധിക്കുക. അതുപോലെ അവൻ്റെ കെണികളെ കരുതിയിരിക്കുക. അവൻ കൊണ്ടുപോകുന്ന വഴികൾ, അവൻ്റെ കാൽപ്പാടുകൾ വളരെ വളരെ ശ്രദ്ധിക്കുക. അവനെപ്പോഴും തിന്മ, ഒരു അള്ളാഹിനെ പേടിച്ച് നടക്കുന്ന ഒരാളോട് ആദ്യം ഒരു വ്യഭിചാരം ചെയ്യാനല്ല പറയുക, ആദ്യം ഒരു കൊലപാതകം ചെയ്യാനല്ല പറയുക, മറിച്ച് നിന്നെ പതുക്കെ പതുക്കാണ് അതിലേക്ക് കൊണ്ടുപോകുക. ഒരു ചെറിയ സംസാരത്തിലായിരിക്കും തുടക്കം. എന്താ ഇപ്പോൾ അത് സംശയം, ചിലപ്പോൾ ദീനിൻ്റെ പേരിലായിരിക്കും തുടങ്ങുക. എന്താ ഇപ്പോൾ ആ പെണ്ണിനോട് ഞാൻ ദീനിനെക്കുറിച്ച് കുറച്ച് മസാലകളൊക്കെ പറഞ്ഞു കൊടുത്താൽ എന്താ ഇപ്പോൾ കുഴപ്പം എന്ന നിലയിലായിരിക്കും കൊണ്ടുപോവുക. ഞാൻ പറഞ്ഞു വന്നത്, ശൈത്താൻ ഒരാളുടെ തെറ്റാനുള്ള വഴി ഏതിലേക്കാണ് എന്ന് നോക്കും. അവൻ തീരെ ദീൻ അവഗണിച്ച് കളയുന്നവനാണോ ആ നിലക്ക് കൊണ്ടുപോകും. ദീനിൽ കടുംപിടുത്തുള്ളവനാണോ എങ്കിൽ അവനെ ആ നിലക്ക് കൊണ്ടുപോകാൻ, അതിലിടുന്നതിലേക്ക് കൊണ്ടുപോകാൻ ഓരോരുത്തരുടെയും മൗഖിഉസ്സലൽ, കാല് തെറ്റുന്ന വഴി ഏതാണ് എന്ന് ശൈത്താൻ അവനെ നിരീക്ഷിച്ച് മനസ്സിലാക്കും. ചില ആളുകൾക്ക് സാമ്പത്തികമായിരിക്കും, ചില ആളുകൾക്ക് ലൈംഗികമായിരിക്കും, ചില ആളുകൾക്ക് മറ്റു വല്ലതുമായിരിക്കും. ഏതിനാണ് നിന്റെ പ്രശ്നം എന്ന് നിന്നെ നിരീക്ഷിച്ച് എപ്പോഴും കൂടെ നിന്ന് അവൻ മനസ്സിലാക്കും. എന്നിട്ട് വഴി തെറ്റിക്കാൻ ശ്രമിക്കും. നോക്കൂ, ഈ തലമുറകളെ നശിപ്പിച്ച പരിചയം അവനുണ്ട്. വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കതീറൻ അഫലം തകൂനു തഅഖിലൂൻ. നിങ്ങളിൽ നിന്ന് ഒരുപാട് തലമുറകൾ അവൻ വഴി തെറ്റിച്ചിട്ടുണ്ട്. എത്ര ആളുകൾ അവൻ്റെ കെണിയിൽപ്പെട്ട് അവൻ്റെ മിത്രങ്ങളായി ഒടുവിൽ നാശത്തിലകപ്പെട്ടിട്ടുണ്ട്. അവസാനം അവൻ റബ്ബിൻ്റെ മുന്നിലെത്തിയാൽ പറയും ഇന്നി ബരിഉ മിൻക, ഞാനും നീയുമായി യാതൊരു ബന്ധവുമില്ല. കമസലി ശൈത്താൻ ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മ കഫറ ഖാല ഇന്നി ബരിഉ മിൻക. മനുഷ്യനോട് നീ കാഫറാവുക എന്ന് പറഞ്ഞ ശൈത്താനെ പോലെ കാഫറായപ്പോൾ അവൻ പറഞ്ഞു ഞാനും നീയുമായി യാതൊരു ബന്ധവുമില്ല. അവൻ ചെറുതിലേക്ക്, അതിൻ്റെ പിന്നെ അടുത്തിലേക്കുണ്ട്. അതുകൊണ്ട് നോക്കൂ, അള്ളാഹുവിൻ്റെ ദീനിനെതിരാകുന്ന ചെറിയ വഴിയെ സൂക്ഷിക്കും. ഇത് വലുതിലേക്ക് കൊണ്ടുപോകാൻ ശൈത്താൻ നിൻ്റെ മുന്നിൽ ഇട്ടിരുന്നായിരിക്കും. അതിലേക്ക് എന്താ ഇപ്പം നോക്കിയാൽ എന്താ കുഴപ്പം, അത് അങ്ങനെ ഇളവില്ലേ എന്നിങ്ങനെയൊക്കെ ചിന്തിപ്പിച്ച് നിന്നെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ അവൻ പരിശ്രമിക്കും. അള്ളാഹുവിൻ്റെ കാവലല്ലാതെ മറ്റൊരു കാവലുമില്ല. റബ്ബിൽ അവലംബിച്ചാലല്ലാതെ അവൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. നസ്അലുല്ലാഹൽ ആഫിയ വസ്സലാമ.